കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതങ്ങനെ ഇവിടെ നിന്നും ഇങ്ങനെ 2 പീസാക്കിയിട്ട് ഒരേ അളവിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതാ ഒരേ അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതാ ഇങ്ങനെ കിട്ടുന്നത്. ഇനി നമുക്കിത് ഈ കോൺഫ്ലവർ മിൽക്ക് മിക്സിലേക്ക് ഡിപ്പ് ചെയ്തെടുത്തിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് 2 സൈഡും ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിതാ പാൻ ചൂടാക്കാനായി വെച്ചിട്ട് ദോശക്കല്ല് ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചൂടായ ദോശക്കല്ലിലേക്ക്. ഇനി നമുക്ക് ഈ ബ്രെഡ് സ്ലൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കോൺഫ്ലവർ മിൽക്ക് മിക്സിലേക്ക്. ഞാനിവിടെ എഗ്ലെസ് ന്യൂട്ടല്ല ഫ്രഞ്ച് ടോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളിത് എഗ്ഗ് കഴിക്കാത്തവർക്കായിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ മിൽക്ക് മിക്സിലേക്ക് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ പാൻ ഇത് അവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. 2 സൈഡും ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ഇതാ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മളിതാ അങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ, ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഇതാ എഗ്ലെസ് ന്യൂട്ടല്ല ഫ്രഞ്ച് ടോസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അതേപോലെ നമുക്ക് ബാക്കിയുള്ള ഇതെല്ലാം ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. നേരത്തെ ഞാൻ ചെയ്ത പോലെ തന്നെ മിൽക്ക് മിക്സിലേക്ക് ഡിപ്പ് ചെയ്യുക. ചൂടായ ദോശക്കല്ലിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ അതാ ന്യൂട്ടല്ല സ്റ്റഫ്ഡ് എഗ്ലെസ് ന്യൂട്ടല്ല ഫ്രഞ്ച് ടോസ്റ്റ് ഇവിടെ റെഡി. അങ്ങനെ അതാ എഗ്ലെസ് ന്യൂട്ടല്ല ഫ്രഞ്ച് ടോസ്റ്റ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തിട്ട് വരാം. ഞങ്ങളുടെ ഈ ന്യൂട്ടല്ല ഫ്രഞ്ച് ടോസ്റ്റും എഗ്ലെസ് ന്യൂട്ടല്ല ഫ്രഞ്ച് ടോസ്റ്റും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാം. ഹണി കൊണ്ടോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ് കൊണ്ടോ നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. അങ്ങനെ ഞാനിതാ എല്ലാം ഇവിടെ ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് സ്പ്രെഡ് കൊണ്ട് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ എഗ്ലെസ് ന്യൂട്ടല്ല ഫ്രഞ്ച് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുതേ. ഞങ്ങളുടെ ഈ ന്യൂട്ടല്ലയും അതേപോലെ ന്യൂട്ടല്ല ഫ്രഞ്ച് ടോസ്റ്റും എഗ്ലെസ് ന്യൂട്ടല്ല ഫ്രഞ്ച് ടോസ്റ്റും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. മക്കൾക്ക് സ്കൂളിലേക്ക് സ്നാക്കായിട്ടൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ലിങ്ക് അയച്ചു കൊടുത്തിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി പറയണേ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. ഹണി കൊണ്ടോ അല്ലെങ്കിൽ ചോക്ലേറ്റ് സ്പ്രെഡ് കൊണ്ടോ നമുക്കിതേപോലെ ഗാർണിഷ് ചെയ്തെടുത്താൽ നമുക്കിനി സെർവ് ചെയ്യാം കേട്ടോ. ടാറ്റ ബൈ ബൈ, എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.